ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏദൻ പർദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിത്തന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യായുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മനുഷ്യൻ്റെ ആയുസ് ഒരാവി പോലെയാണെന്ന് കേൾക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ ചിന്ത, മനുഷ്യൻ്റെ ആയുസ് ഒരു ശ്വാസമത്രേ. സങ്കീർത്തനം 144 4 വാക്യം. മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ. അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെ ആകുന്നു. വീണ്ടും സങ്കീർത്തനം 39 വാക്യത്തിൽ പറയുന്നു, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. അതെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എത്ര ധനവാനായാലും ദരിദ്രനായാലും ഉന്നത പദവി അലങ്കരിക്കുന്നവരായിരുന്നാലും താണജീവിതം നയിക്കുന്നവരായിത്തീർന്നാലും എല്ലാവരും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഈ ശ്വാസം നിലച്ചാൽ അവൻ്റെ ജീവിതം അവസാനിച്ചു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ക്ഷണികത എന്ന് പറയുന്നത്. എത്ര ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ചയുണ്ടെങ്കിലും, എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ദിവസം നിന്നു പോകും. ഒരു ജീവിതമെന്ന് പറയുന്നത് അത് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ആ ജീവിതമാണ് നമുക്ക് തന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെട്ട് തരുന്ന ചുരുക്കം നാളുകൾ കർത്താവിൻ്റെ മക്കളായി ജീവിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരാൻ വലിയവനായിരിക്കുന്ന ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.